എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +2 അക്കൗണ്ടൻസി പരീക്ഷകളിൽ സ്ഥിരം ചോദിക്കുന്ന ലോൺ അക്കൗണ്ടിൻ്റെ പ്രോബ്ലമാണ്. എന്തായാലും നിർബന്ധമായും ഞാൻ ചെയ്യുന്നതിനോടൊപ്പം ചെയ്തു പോകേണ്ടതാണ്. 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടാണ് ഇത് സ്ഥിരം വരാറുള്ളത്. ലോൺ അക്കൗണ്ടിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. റിയ, ദിയ ആൻഡ് നിയ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. Diya retires from the firm. On her date of retirement, 30,000 is due to her. 3 പേര് തമ്മിലുള്ള പാർട്ണർഷിപ്പ് ഫേമാണ്. അതിൽ ഒരാൾ റിട്ടയർഡ് ചെയ്ത് പോയി. അപ്പോൾ ആ ഡേറ്റിൽ അവൾക്ക് ദിയയ്ക്ക് കൊടുക്കാനുള്ളത് 30,000 രൂപയാണ് നൽകാനുള്ളത്. റിയയും നിയയും കൂടി പ്രോമിസ് ചെയ്യണ് ആ പൈസ 30,000 എന്നുള്ള ഒരു പൈസ 3 ഇയർലി ഇൻസ്റ്റാൾമെൻറ്റ് പ്ലസ് ഇൻട്രസ്റ്റ്, അതായത് 30,000 3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട്, ഇൻസ്റ്റാൾമെൻറ്റ് മാത്രമല്ല അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റും കൂടി കൂട്ടി കൊടുക്കാമെന്നാണ് റിയയും നിയയും കൂടി പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഡിയയുടെ ലോൺ അക്കൗണ്ടാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓരോ ഇൻസ്റ്റാൾമെൻറ്റ് എത്ര രൂപയായിരിക്കും വരുന്നതെന്ന് നോക്കാം. ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ് 30,000 രൂപ 3 ഇയർ കൊണ്ട് കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ഇയറിൽ എത്ര രൂപയായിരിക്കും കൊടുക്കേണ്ടത്? 10,000 പ്ലസ് ഇൻട്രസ്റ്റ്. കാരണം നമ്മൾ ഓരോ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് 30,000 3 ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുമ്പോൾ 10,000 രൂപ പ്ലസ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഓരോ വർഷവും 3 വർഷവും 10,000 പ്ലസ് ആ വർഷത്തെ ഇൻട്രസ്റ്റ് നൽകേണ്ടതാണ്. നമ്മൾ ദിയയുടെ ലോൺ അക്കൗണ്ട് വരച്ചു, ഫോർമാറ്റ് വരച്ചു. അപ്പോൾ ആദ്യത്തെ ഇയറിൽ നമ്മൾ 30,000 രൂപ ദിയയ്ക്ക് നൽകാമെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, അതായത് ദിയയുടെ ലോൺ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ജേണൽ എൻട്രി ദിയാസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ദിയാസ് ലോണാണ്. അപ്പോൾ അതിൽ ദിയാസ് ക്യാപിറ്റൽ. ഒരു കാര്യം നിങ്ങൾ ഓർത്താൽ മതി, ആരുടെ ലോൺ അക്കൗണ്ടാണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് അവരുടെ പേരിലെ ക്യാപിറ്റൽ ആദ്യം എഴുതാം, എന്നിട്ട് ആ എമൗണ്ട് അവിടെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് കണക്കാക്കാം. ഇൻട്രസ്റ്റ് കണക്കാക്കാന്ന് പറഞ്ഞാൽ 30,000 ഇൻറ്റു 10 ക്വസ്റ്റ്യന് തന്നിട്ട് 10% പലിശ നൽകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 30,000-ൻ്റെ 10% എന്ന് പറയുമ്പോൾ 3,000 രൂപ ലഭിക്കും. അതിനുശേഷം നമുക്ക് കൊടുക്കേണ്ടത് ആ വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റ്. നമ്മൾ പറഞ്ഞു ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും 10,000 പ്ലസ് ആ വർഷത്തെ ഇൻട്രസ്റ്റ് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ എമൗണ്ടാണ് ഇവിടെ നൽകുന്നത്. ഡെബിറ്റ് സൈഡിൽ ടു ബാങ്ക് എന്ന് എഴുതാം. ഈ 10,000 പ്ലസ് ആ വർഷത്തെ പലിശ എത്രയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്? 3,000. അപ്പം 10,000 പ്ലസ് ആ വർഷത്തെ പലിശ 13,000. ക്ലിയർ ആയല്ലോ. അപ്പം ആദ്യം തന്നെ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് എഴുതാം. ആരുടെ ലോൺ അക്കൗണ്ടാണോ വരയ്ക്കണത് അവരുടെ ക്യാപിറ്റലിൽ നിന്ന് എഴുതാം. ആ എമൗണ്ട് അതിലേക്ക് ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതിനുശേഷം ഈ എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് കണക്കാക്കുക. ആ ഇൻട്രസ്റ്റ് പ്ലസ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ബാങ്ക് എന്നും പറഞ്ഞ് നമ്മൾ നൽകണം. ബാങ്കിലൂടെയാണ് നമ്മൾ അത് എഴുതുന്നത്. അപ്പം ടു ബാങ്ക് എന്നും പറഞ്ഞിട്ട് നമ്മൾ 10,000 പ്ലസ് ആ വർഷത്തെ പലിശ 3,000. അപ്പോൾ നമുക്ക് 13,000 കിട്ടി. അതിനുശേഷം നമ്മൾ 2 സൈഡ് ടോട്ടൽ ചെയ്യണം. അതായത് 30,000 3,000 കൂടി കൂട്ടുമ്പോൾ 33,000. ഇവിടെ ഒരു 13,000 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ അല്ലേ ചെറിയ എമൗണ്ട്. അപ്പോൾ ഈ ചെറിയ എമൗണ്ട് 33,000-ൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 20,000 ലഭിക്കും. അപ്പോൾ ആദ്യത്തെ വർഷത്തെ നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് നൽകി. ഇനി അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ വർഷം ഇൻസ്റ്റാൾമെൻറ്റ് നൽകണം. അപ്പോൾ നമ്മൾ ഈ ബാലൻസ് ക്യാരി ഡൗണിനെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ബ്രോ ഡൗൺ ചെയ്യണം. ബൈ ബാലൻസ് സെക്കൻഡ് ഇയർ ബൈ ബാലൻസ് ബ്രോ ഡൗൺ. ഈ 20,000 എടുത്ത് ബ്രോ ഡൗൺ ചെയ്തു. അതിനുശേഷം 20,000-ൻ്റെ ഇൻട്രസ്റ്റ് കണക്കാക്കണം. അതായത് ആദ്യത്തെ വർഷം 30,000-ൻ്റെ 10,000 രൂപ നമ്മൾ നൽകി. ബാക്കി ഇനി കൊടുക്കാനുള്ളത് എത്ര രൂപയാണ്? 20,000 രൂപയല്ലേ കൊടുക്കാനുള്ളൂ. അപ്പോൾ ആ 20,000-ൻ്റെ ഇൻട്രസ്റ്റ് കണക്കാക്കുക. 20,000-ൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ 2,000 രൂപ. അപ്പോൾ വീണ്ടും നമ്മൾ ബാങ്കിലൂടെ ആ ഇൻസ്റ്റാൾമെൻറ്റ് നൽകുകയാണ്. ഈ 10,000 നമ്മുടെ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് 10,000 പ്ലസ് ആ വർഷത്തെ പലിശ. ആ വർഷത്തെ പലിശ എത്ര? 2,000 രൂപ. അപ്പോൾ 10,000 പ്ലസ് 2,000 12,000 രൂപ കൊടുത്തു. വീണ്ടും നമ്മൾ ബാലൻസ് ചെയ്യണം. ഇവിടെ രണ്ടും ആഡ് ചെയ്യുമ്പോൾ 22,000 രൂപ. ഇവിടെ 12,000 രൂപയുള്ളൂ. അപ്പോൾ 22,000-ൽ നിന്ന് 12,000 മൈനസ് ചെയ്യുമ്പോൾ 10,000 രൂപ കിട്ടും. അത് കഴിഞ്ഞാൽ വീണ്ടും ഈ ബാലൻസ് ക്യാരി ഡൗണിനെ നമ്മൾ ബ്രോ ഡൗൺ ചെയ്യണം തേർഡ് ഇയറിലേക്ക്. ഈ 10,000-നെ ബ്രോ ഡൗൺ ചെയ്തു. ഇതിൻ്റെ ഇൻട്രസ്റ്റ് വീണ്ടും കണക്കാക്കണം. അപ്പോൾ 1,000 രൂപ ലഭിച്ചു. പിന്നെ നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കണം. കാരണം ഇനി ഒരു 10,000 രൂപയും കൂടി അവർക്ക് കൊടുക്കാനില്ലേ. അപ്പോൾ നമ്മൾ ആ 10,000 പ്ലസ്
ആ വർഷത്തെ പലിശ എത്രയാണ് കിട്ടിയാണ് 1000 രൂപ. അപ്പോൾ 11,000 രൂപ 11,000. അപ്പോൾ നമുക്ക് രണ്ട് സൈഡ് ടോട്ടലായിട്ട് കഴിക്കും. കാരണം ഇതോടുകൂടി നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റ് നൽകിക്കഴിഞ്ഞു. ഒരു കാര്യം ഓർക്കുക, ദിയയുടെ ക്യാപിറ്റലിന് എഴുതാം, ഇൻട്രസ്റ്റ് കണക്കാക്കുക. ഈ സൈഡ് മുഴുവനും ബാങ്കും ബാലൻസ് ക്യാരി ഡൗണോ വന്നെ ബാങ്ക് ഇൻസ്റ്റാൾമെൻറ്റ് എത്ര വർഷമുണ്ടോ ലാസ്റ്റ് വർഷമാകുമ്പോൾ അത് ടാലിയായി പോകും. ഇനി ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കണം. മുമ്പിൽ വീഡിയോസ് ഇതുപോലത്തെ ലോൺ അക്കൗണ്ടിൻ്റെ 2-3 എണ്ണം ചെയ്തിട്ടുണ്ട്. അതും കൂടി ചെയ്ത് നോക്കേണ്ടതാണ്. ഇനി ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്തു നോക്കാം. വീണ്ടും നമുക്കൊരു പ്രോബ്ലം കൂടി നോക്കാം. A, B and C were partners in a firm. B retired from the firm on 1st January 2016. Rupees 1,20,000 due to him. അതായത് B റിട്ടയർഡ് ആയി, A എമൗണ്ട് എത്രയാണ്? 1,20,000. A and C promise to pay 3 equal annual installment. അതായത് ഈ 1,20,000 3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നൽകാമെന്നാണ്. അപ്പോൾ ഒരു ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 40,000 പ്ലസ് ആ വർഷത്തെ ഇൻട്രസ്റ്റ്. ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറയുന്നത് 1,20,000 3 വർഷം കൊണ്ട് കൊടുക്കാമെന്ന് പറയുമ്പോൾ 40,000 പ്ലസ് ഇൻട്രസ്റ്റ് വരും. ക്ലിയർ ആയല്ലോ? നമുക്ക് ഇനി ലോൺ അക്കൗണ്ട് വരയ്ക്കാം. ഇപ്പോൾ ബീസ് ലോൺ അക്കൗണ്ടാണ് വരയ്ക്കേണ്ടത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആരുടെ ലോൺ അക്കൗണ്ടാണോ വരയ്ക്കണത് ആദ്യം അവരുടെ ക്യാപിറ്റലിൽ നിന്ന് എഴുതാം. 1,20,000 ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ഡേറ്റ് ജനുവരിയും കൊടുക്കാം. ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് ആ വർഷത്തെ ഡിസംബറും കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ബീസ് ക്യാപിറ്റലിൽ അയാൾക്ക് കൊടുക്കാനുള്ള എമൗണ്ട് 1,20,000. അതിൻ്റെ ഇൻട്രസ്റ്റ് 1,20,000 10% ഇൻട്രസ്റ്റ് 12,000. അതിനുശേഷം ടു ബാങ്ക് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കണം. നമ്മളെവിടെ പറഞ്ഞാൽ 40,000 പ്ലസ് ആ വർഷത്തെ ഇൻട്രസ്റ്റ്. 40,000 പ്ലസ് ആ വർഷത്തെ ഇൻട്രസ്റ്റ് എത്ര? 12,000. അപ്പോൾ നമുക്ക് 52,000 കിട്ടി. 52,000 കിട്ടി. വലിയ എമൗണ്ട് 1,32,000 ആണ്. അത് രണ്ട് സൈഡ് എഴുതി. 1,32,000 നിന്ന് 52,000 മൈനസ് ചെയ്യുമ്പോൾ 80,000 കിട്ടി. ഇനി ഈ ബാലൻസ് ക്യാരി ഡൗൺ നമ്മൾ അടുത്ത വർഷത്തിലേക്ക് ബ്രോ ഡൗൺ ചെയ്യണം. വീണ്ടും നമ്മൾ ആ 80,000 ഇൻട്രസ്റ്റ് കണക്കാക്കണം. ആ ഇൻട്രസ്റ്റ് നമ്മൾ ബാങ്ക് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കൂടെ ഇപ്പോൾ 40,000 പ്ലസ് ആ വർഷത്തെ ഇൻട്രസ്റ്റ്. ഇപ്പോൾ ഇവിടെ 40,000 പ്ലസ് ആ വർഷത്തെ ഇൻട്രസ്റ്റ്, ഇവിടെയും 40,000 പ്ലസ് ആ വർഷത്തെ ഇൻട്രസ്റ്റ്. ഇനി അടുത്ത വർഷവും അങ്ങനെ തന്നെ ഈ ക്യാരി ഡൗൺ എടുത്ത് ബ്രോ ഡൗൺ ചെയ്യുക, അതിൻ്റെ ഇൻട്രസ്റ്റ് കണക്കാക്കാം. വീണ്ടും ബാങ്കിൽ നിന്ന് എഴുതാം 40,000 പ്ലസ് ആ വർഷത്തെ ഇൻട്രസ്റ്റ് 44,000. ഇപ്പോൾ രണ്ട് സൈഡ് ടാലിയായി പോവും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം കമൻറ്റിലൂടെ. അതുപോലെ തന്നെ ഈ ലോൺ അക്കൗണ്ട് മുൻഭാഗങ്ങളിലെ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അതും കൂടി ഇതിൻ്റെ ഒപ്പം ചെയ്തു പോയാൽ നിങ്ങൾക്ക് ഈ ലോൺ അക്കൗണ്ട് വളരെ തറവായി മാറും. 5 മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും.